ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. അങ്ങനെ ഒരുങ്ങിക്കെട്ടി കുംഭകോണം നഗരത്തിലൂടെ കൊച്ചുവെളുപ്പാങ്കാലത്ത് ഇപ്പോൾ സമയം 4:45. വളരെ ധൃതി പിടിച്ച് പോയിക്കൊണ്ടിരിക്കുക. താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നടന്നു പോകാനുള്ള ഡിസ്റ്റൻസാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. കുംഭകോണം ബസ് സ്റ്റാൻഡിലേക്കുള്ള നടത്തയാണ്. രാവിലെ തന്നെ KSRTC പോലെ തമിഴ്നാട് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ വാഹനത്തിലേക്ക് ഇറങ്ങുന്നു. ഇന്ന് നമ്മൾ നവഗ്രഹ ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. സർക്യൂട്ട് ടൂറാണ്. 9 ക്ഷേത്രങ്ങൾ പാക്കേജ് പോലെയാണ് അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇതൊരു അനുഭവമാണ്, ആദ്യത്തെ അനുഭവമാണ്. ബസ്സിൽ പോയിട്ട് ഒരുപാട് നാളായി. ഇതുപോലെയൊക്കെ ഒരു ബസ് ടൂർ, കോളേജ് ഡേയ്സിൽ ബസ് ടൂർ പോയ ഓർമ്മയാണ് വരുന്നത്. അങ്ങനെ ഫൈനലി എത്തിക്കഴിഞ്ഞു. മൊഫസിൽ ബസ് സ്റ്റാൻഡെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. വാഹനം ഇതാണെന്നൊന്നും അറിയില്ല, അന്വേഷിക്കണം. ഇവിടെ ബസ്സിൻ്റെ ഡ്രൈവറോട് കണ്ടക്ടർ ആരും നിൽക്കുന്നുണ്ട്. നവഗ്രഹ ടൂർ. താങ്ക് യു. രാവിലെ തന്നെ പൂ വിൽക്കുന്ന ചേട്ടൻ, എത്ര പ്രായമുള്ള ചേട്ടനാണ്, ഇത്ര രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. മണമുള്ള പൂവ് എന്നെ വില? മുഴ 50 രൂപ. ഓക്കെ, കൊടുക്കാം. 2 മുഴം മല്ലിപ്പൂ. ഇത് മല്ലിപ്പൂ. ഓക്കെ, മണമുള്ളത് മല്ലിപ്പൂവിനാണ്. ഇടയ്ക്ക് റോസാപ്പൂ വെച്ചാണ് കെട്ടിയിരിക്കുന്നത്. ഇത് മല്ലികപ്പൂ. ഇത് മുല്ല, അത് മല്ലികപ്പൂ. ഇത് മുല്ലയ്ക്ക് അത്ര മണമില്ല. മുല്ലയ്ക്ക് മണമുണ്ട് കേട്ടോ. നമ്മൾ പിച്ചി എന്ന് പറയുന്നതാണ് മുല്ല. രണ്ടും ഉണ്ട്. പിച്ചി എന്ന് പറയുന്നതാണ് ഒരു മുല്ല എന്ന് പറയുന്നത്. മല്ലികപ്പൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടമുല്ലിക്കാണ്. യെസ്, അങ്ങനെ മല്ലികപ്പൂ പോലെ വെച്ചു. രാവിലെ നല്ല ഐശ്വര്യമായിട്ട് ഇറങ്ങാം. ഇടയ്ക്കിങ്ങനെ ക്ഷേത്ര ദർശനം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലുള്ള യാത്രകളിലാണ്. എനിക്ക് പൂ ഇഷ്ടമാണ്, പക്ഷേ അങ്ങനെ ഞാൻ വെക്കാറില്ല. മുടി എപ്പോഴും അഴിച്ചിട്ട് നടക്കുന്നുണ്ട്, അതൊരു ബുദ്ധിമുട്ട്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ബസ്സിൽ വരുന്നവരാണോ എന്നറിയില്ല. സർക്യൂട്ട്, നവഗ്രഹ ടെമ്പിൾ സർക്യൂട്ട് ടൂറാണിത്. ഇത് 750 രൂപ മറ്റാണ് ഒരു ടിക്കറ്റിൻ്റെ റേറ്റ്. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇതിനകത്ത് ഇൻക്ലൂഡഡാണ്. നമ്മളെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. പോകുന്ന വഴിക്ക് അവർ ആ ഹോട്ടൽസിൽ നിർത്തി തരും. 9 ക്ഷേത്രങ്ങൾ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യുന്നു. രാത്രി 8:30 വരെ എടുക്കുന്ന സമയം. ഇതിപ്പോൾ ഇവിടെ ഒരു ക്യൂ ഉണ്ടോ? ഇത് ശരിക്കും നമ്മൾ ബുക്ക് ചെയ്താൽ ഇവിടെ വന്ന് ടിക്കറ്റായിട്ട് അത് കൺവേർട്ട് ചെയ്യണം. ഇതുകൊണ്ട് ബസ് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവരെല്ലാം അത് ഈ യാത്രയിൽ വരാനുള്ളവരാണ്. നവഗ്രഹ ടൂർ ബസ് ഇവിടെ എനിക്കാണ് യെല്ലോ ബസ്സാണെന്ന് തോന്നുന്നു. അങ്ങനെ ടിക്കറ്റായി മാറി നമ്മുടെ റിസർവേഷൻ. ഇതാണ് നവഗ്രഹ ടെമ്പിൾ സർക്യൂട്ട് ടൂർ ബസ്. ഇവിടെ വന്ന് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം. പക്ഷേ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ബുക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ തിരക്ക് കൂടുതലാണ്. ഇന്നറിയില്ല എങ്ങനെയാണെന്ന്, ഫുൾ അല്ലാന്ന് തോന്നുന്നു. എന്തായാലും സീറ്റ് നമ്പറൊക്കെ ഉണ്ട്. 36, 37. യെസ്, ഓക്കെ. ഇത് വ്യത്യസ്തമായ അനുഭവമാണ് അല്ലേ? കുറേ നാളായി ഇങ്ങനെ ബസ്സിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വരും. ഇപ്പോൾ എല്ലാവർക്കും ഒരു ID കാർഡ് വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഒരു ടാഗ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ബസ്സിൽ നിന്ന് വന്ന ആൾക്കാരാണെന്ന്. നവഗ്രഹ ടൂർ ബസ്. അപ്പോൾ മാല വേണ്ടായിരുന്നു അത്. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങുന്നു. സ്റ്റാർട്ടിങ് നവഗ്രഹ ടെമ്പിൾ സർക്യൂട്ട് ടൂർ. ഇത് ഡീലക്സ് അത്രേ ഉള്ളൂ. നോൺ AC ആണ്. AC ഉണ്ട് സർവീസ്, പക്ഷേ അത് ആഴ്ചയിൽ 3 ദിവസം മറ്റേ ഉള്ളൂ. സാറ്റർഡേ സൺഡേ ആ ദിവസം നമ്മളിവിടെ ഇല്ല. അതുകൊണ്ട് ഇതിൽ തന്നെ പോകും നമ്മൾ. അത് AC ആണ്, ഇതിൻ്റെ ഡബിൾ ചാർജുമാണ്. ഇത് ഭക്ഷണം കിട്ടും എന്ന് പറഞ്ഞെങ്കിലും ഭക്ഷണം നമ്മൾ പേ ചെയ്യണം. അവരുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിർത്തും ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും.
അപ്പം നവഗ്രഹ ടെമ്പിൾ സർക്യൂട്ട് ടൂറിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഇത് പല ടൂറും പല രീതിയാണ് തോന്നുന്നു. ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് ആദ്യം സൂര്യദേവൻ്റെ ടെമ്പിളിൽ സൂര്യനാഥ് ടെമ്പിളിൽ വരും, കോവിലിൽ വരും എന്നാണ്. പക്ഷേ ഈ ടൂറ് ആദ്യം വന്നിരിക്കുന്നത് തിങ്കളിലെ ചന്ദ്രഭഗവാന്റെ ടെമ്പിളിലാണ്. 9 നവഗ്രഹങ്ങളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഈ ചന്ദ്രഭഗവാന്റെ തിങ്കളിലെ ടെമ്പിൾ. ഇത് കുറച്ച് കുംഭകോണം ടൗണിൽ നിന്നും ഏതാണ്ടൊരു 30 കിലോമീറ്റേഴ്സോളം വരണം. അപ്പോൾ അകത്ത് ക്യാമറ അങ്ങനെ അലൗഡ് അല്ല, നമുക്കകത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. ഓക്കെ. തിങ്കൾ എന്ന് പറയുമ്പോൾ അതൊരു നല്ല എന്താ പറയുക, ചന്ദ്രൻ. ഇവിടെ കുട്ടികൾക്ക് ചോറൂണ് വളരെ പ്രധാനമാണ്. ഇവിടെ ചോറ് കൊടുത്താൽ, അതായത് പഴവും പിന്നെ തേനും ഒക്കെ ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് ചോറ് നടത്തിയാൽ ഒരിക്കലും അവർക്ക് ജീവിതത്തിൽ ഭക്ഷണത്തിന് ക്ഷാമം ഉണ്ടാവില്ല, മുട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വിശ്വാസം. നമ്മുടെ ഗ്രൂപ്പിനെ കംപ്ലീറ്റ് അവിടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇനി എല്ലാവരുടെയും കൂടെ പോയി നിൽക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂപ്പിലെ ആൾക്കാർ. ശരിക്കും പറഞ്ഞാൽ ബസ് ഫുള്ളായിരുന്നു. ഞാൻ ആദ്യം സ്പേസ് ഉണ്ടാവുന്ന എല്ലാവരും ഉണ്ട്. ഇത്രയും പേര് പല പല ഭാഗത്തു നിന്ന് വന്നതാണ്. തമിഴ്നാടല്ല, കർണാടക, ആന്ധ്ര, പല സ്ഥലത്തു നിന്നുള്ളവരുമുണ്ട്. അപ്പോൾ സൂര്യഭഗവാനെ നോക്കി, സൂര്യഭഗവാനെ അല്ലേ പ്രഥമ സ്ഥാനമാണ്. ഇത് അമ്മയുടെ സ്ഥാനത്താണ്, തായിയുടെ സ്ഥാനത്താണ് ചന്ദ്രഭഗവാൻ. ഇവിടെ കുട്ടികൾക്ക് ചോറൂണ് അങ്ങനത്തെ കൊണ്ടുപോകും. ഫീഡിങ് റൂമൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ വാഹനം മുന്നോട്ടെടുക്കുന്നു. ഇനി അടുത്ത ക്ഷേത്രത്തിലേക്ക്. അത് ആലംകുടിയിലെ ഗുരുക്ഷേത്രമാണ്. അങ്ങനെ അടുത്ത ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി. നവഗ്രഹ ക്ഷേത്രം. ഇത് ആലംകൂട് എന്ന് പറയുന്ന സ്ഥലത്തെ ടെമ്പിൾ. ഇവിടെ വ്യാഴ ഭഗവാനാണ്, ജൂപ്പിറ്റർ, വ്യാഴം എന്നുള്ള ഗ്രഹത്തിൻ്റെ ക്ഷേത്രം. വെള്ളത്താമരകളിൽ വിരിഞ്ഞു നിൽക്കുന്ന ചക്രതീർത്ഥം എന്ന ക്ഷേത്രക്കുളമാണ് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കയറുന്നതിൻ്റെ മുന്നിൽ കാണുന്നത്. ഈ ഒരു ക്ഷേത്രക്കുളം കടന്നാണ് ആലംകുടി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ആലംകുടിയിലെ ആപത് സഹായ ഈശ്വര ടെമ്പിൾ എന്നാണ് പറയുന്നത് കോവിൽ. സൂര്യഭഗവാന്റെ ആ ഒരു ഗ്രഹത്തിൻ്റെ ക്ഷേത്രം ഒഴിച്ച് ബാക്കി 8 നവഗ്രഹ ക്ഷേത്രങ്ങളിലും ശിവഭഗവാനാണ് പ്രധാന പ്രതിഷ്ഠ എന്ന് പറയാം. അതോടൊപ്പമാണ് ഗ്രഹങ്ങൾ വരുന്നത്. പക്ഷേ സൂര്യനാഥ് ടെമ്പിളിൽ വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ ശിവഭഗവാൻ പ്രധാന പ്രതിഷ്ഠയാണ്. പിന്നെ ജൂപ്പിറ്റർ അഥവാ വ്യാഴം ഗുരു എന്നാണ് പറയുന്നത്. ഗുരു എന്ന് പറയുമ്പോൾ ഇവിടെ ദക്ഷിണാമൂർത്തിയുടെ അംശമാണ്. അപ്പോൾ ദക്ഷിണാമൂർത്തിയാണ് വ്യാഴമായിട്ട് ഇവിടെ പ്രാർത്ഥിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പൂജിക്കപ്പെടുന്നത്. ആപത് സഹായ ഈശ്വർ. ഇത് കണ്ടില്ലേ, 2 സൈഡിലും വെള്ളത്താമര ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത്. ഇപ്പോൾ അതേ താമരയൊക്കെ കുറച്ചൊക്കെ ഈ ടൈം കുറച്ച് മാറിയത് കൊണ്ടാണ് കഴിച്ചത്. പക്ഷേ ഇവിടെ ഇങ്ങനെ 2 സൈഡിലും ക്ഷേത്രക്കുളം. അതിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുന്നു. കുംഭകോണത്തിൽ നിന്നും 17 കിലോമീറ്ററാണ് ആലംകുടിയിലെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരാൻ. ഐതിഹ്യം അനുസരിച്ചിട്ട് ഈ ഒരു ക്ഷേത്രം ശിവഭഗവാനാണ് നിർമ്മിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടുത്തെ 4 കവാടങ്ങളിലും 4 രാജഗോപുരങ്ങളാണ്. ഇത് പ്രധാന കവാടത്തിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നിൽക്കുന്നു. അപ്പോൾ ഇത് ഓരോന്നും 5 നിലകളാണ്. 5 സ്റ്റോറീസ്, 5 തട്ടുകൾ.
അപ്പോൾ ഈ ഒരു ടെമ്പിളിൻ്റെ വിശേഷങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് 60 രൂപ വെച്ച് നമ്മൾ പേ ചെയ്യുന്നു. അപ്പോൾ വരുത്തി തരാണ്. അപ്പോൾ ഇത് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി. അവരൊരു ടൈം പറയും, അപ്പോൾ അതനുസരിച്ച് ഓടി വരണം. കാവേരി, കൊള്ളിടം, അതുപോലെ വെണ്ണാർ, ഇങ്ങനെ 3 നദികളാൽ കിടക്കുന്ന പ്രദേശമാണ് ആലങ്കുടി എന്ന് പറയുന്നത്. കയറി വരുമ്പോൾ തന്നെ എന്ത് ഭംഗിയുള്ളൊരു ബ്യൂട്ടിഫുൾ ഒരു ഗ്രാമവും ഇവിടുത്തെ ഈ ഒരു ക്ഷേത്രവും ഒക്കെയാണ്. ശിവഭഗവാൻ ഇവിടെ ആപത് സഹായ ഈശ്വരൻ എന്നാണ് പറയുന്നത്. അതായത് പാലാഴി മദനം, അമൃത് കടഞ്ഞിട്ട് പാലാഴിയിൽ നിന്ന് ദേവന്മാരും അസുരന്മാരും കൂടി ആ സമയത്ത് അതിൻ്റെ ആഫ്റ്റർ മാത്തായിട്ട് അമൃത് കിട്ടിക്കഴിഞ്ഞിട്ട് വാസുകി സർപ്പം ആലവിഷം, അത് ഭയങ്കര സ്ട്രെയിൻ ഉണ്ടല്ലോ, വാസുകി വെച്ചിട്ടാണല്ലോ കടഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വിഷം ശ്രദ്ധിക്കുന്നു. അപ്പോൾ അത് പുറത്തേക്ക് പോയാൽ എല്ലാവർക്കും ആപത്താണ്. അപ്പോൾ ഭഗവാനെ എന്ന് പറഞ്ഞാൽ ശിവഭഗവാന്റെ അടുത്തേക്കാണ് ഇവർ ഓടി ചെല്ലുന്നത്. അപ്പോൾ ശിവഭഗവാനാണ് അത് സ്വന്തമായിട്ട് ആ വിഷം വിഴുങ്ങുകയും അതിങ്ങനെ പാർവതി ദേവി ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ പിടിക്കുന്നു. അങ്ങനെയാണ് നീലകണ്ഠേശ്വരൻ ആയി മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ചരിത്രം ആ സമയത്തുള്ള ആ ഒരു ഭഗവാനെയാണ് ഇവിടെ സങ്കല്പം. പ്ലേറ്റിൽ ഒരു വാഴയില വെട്ടി വെച്ചിട്ടുണ്ട്. വട, ഇഡ്ഡലി, പൊങ്കൽ, കൊഞ്ചം പിന്നെ സാമ്പാർ, ചട്നി, 2 തരം. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. യെസ്, ദിസ് ഈസ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു. ഇനി വീണ്ടും ബസ്സിൽ കയറുന്നു, അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ഇത് രാത്രി 8 മണിയൊക്കെ ആകും കേട്ടോ തീരുമ്പോൾ ഈ ഒരു യാത്ര. ഈ നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ കണ്ട ക്ഷേത്രക്കുളം ഉണ്ടല്ലോ, ചക്രതീർത്ഥം, വെള്ളത്താമര ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത്, അത് മഹാവിഷ്ണുവിൻ്റെ ചക്രം കൊണ്ട് നിർമ്മിച്ചതാണെന്നും ഐതിഹ്യ കഥകളിൽ പറയുന്നുണ്ട്. അപ്പോൾ തിരിച്ച് വീണ്ടും നമ്മൾ ആ ഒരു എന്താ പറയുക താമര പൊയ്കയുടെ മുന്നിലൂടെ സഞ്ചരിക്കുന്നു. ഇപ്പോൾ വെയിലായി കഴിഞ്ഞു. സമയം ഒരു 8:30 ഒക്കെ ആവുന്നുണ്ടാവുമെന്ന് തോന്നുന്നു. നമ്മൾ കറക്റ്റ് ഒരു 5 മണി കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. ആ വെള്ളത്താമര വിരിഞ്ഞിരിക്കുന്ന 2 സൈഡ് ആ കുളം ഇങ്ങനെ ചുറ്റി കിടക്കുകയാണ്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, കുട്ടികളില്ലാത്തവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് കുഞ്ഞുങ്ങളുണ്ടാകാൻ. കുഞ്ഞുങ്ങളുള്ളവർ കുഞ്ഞുങ്ങളുടെ അതായത് കുഞ്ഞുങ്ങളുടെ പ്രോഗ്രസ്സിന് വേണ്ടി ഉന്നതിക്കായിട്ടും പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. കലാപരമായ വാസനകളുള്ളവർ, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ, അങ്ങനെയുള്ള പ്രസംഗിക്കുന്നവർ, അങ്ങനെയുള്ളവർക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നാഗനാഥസ്വാമി ക്ഷേത്രം. ഇത് രാഹു ഭഗവാന്റെ, അതായത് രാഹു എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ക്ഷേത്രമാണ്. ഇവിടെ മറ്റ് സ്ഥലങ്ങളെക്കാട്ടിലും കുറച്ചുകൂടി സ്ട്രിക്റ്റാണ് ഇവിടെ ക്യാമറ കാര്യത്തിൽ. ഇവിടെയും 4 രാജഗോപുരങ്ങളുണ്ട്. 4 എൻട്രൻസിലായിട്ട് വലിയ ഗോപുരങ്ങൾ, 5 തട്ടുകളായിട്ടുള്ള 5 സ്റ്റോറി വലിയ ചുറ്റുമതിലാണ്. കാണുമ്പോൾ അറിയാലോ, ചുറ്റോട് ചുറ്റും. ഇത് പാർക്കിംഗ് ഏരിയയാണ്. ഗോപുരങ്ങൾ അവിടെ നിന്ന് തുടങ്ങുന്നു. സാധാരണ രാഹു ക്ഷേത്രങ്ങളിലേക്ക് രാഹു വിഗ്രഹം സർപ്പമുഖമായിരിക്കും. പക്ഷേ ഇവിടുത്തെ രാഹു ഭഗവാന്റെ പ്രതിഷ്ഠ അല്ലെങ്കിൽ വിഗ്രഹം മനുഷ്യമുഖമാണ്. നവഗ്രഹ ക്ഷേത്രങ്ങളിലേക്കുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് രാഹു ക്ഷേത്രം. ഇത് നാഗനാഥാർ കോവിൽ എന്നും പറയുന്നു. കുംഭകോണത്തെ തിരുനാഗേശ്വരത്താണ് ഈ രാഹു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന 4 കവാട ഗോപുരങ്ങൾ ഈ ക്ഷേത്രത്തിനുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിരവധി ആരാധനാലയങ്ങളുണ്ട്. എങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടത് നാഗനാഥർ അഥവാ ശിവഭഗവാൻ, രാഹു, പിന്നെ അതുപോലെ പിറേസുടി അമ്മൻ എന്ന് പറയുന്ന പാർവതി ദേവി, ഇവയെല്ലാം പ്രധാനപ്പെട്ട പ്രതിഷ്ഠകൾ. ക്ഷേത്ര സമുച്ചയത്തിൽ നിരവധി ഹാളുകളുമുണ്ട്. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഹാളെന്ന് പറഞ്ഞാൽ നായക് കാലഘട്ടത്തിൽ നിർമ്മിച്ച അലങ്കാര പ്രവേശന ഹാളാണ്. രാവിലെ 5:30 മുതൽ രാത്രി 10 വരെ വിവിധ സമയങ്ങളിലായിട്ട് 6 ദൈനംദിന ആചാരങ്ങളും അതിനനുസരിച്ചിട്ടുള്ള പൂജകളുമാണ് ഇവിടെ നടക്കുന്നത്. ആദിശേഷൻ, തക്ഷകൻ, കാർക്കോടകൻ തുടങ്ങി നിരവധി സർപ്പങ്ങൾ ഈ സ്ഥലത്ത് ശിവനെ ആരാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് തിരുനാഗേശ്വരം എന്ന പേരിന് അർഹമായത്. സർപ്പങ്ങളുടെ രാജാവായ ആദിശേഷൻ സെൻബാരണ്യ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് തപസ് അനുഷ്ഠിക്കുകയുണ്ടായി. തപസ്സിൽ സന്തുഷ്ടനായ ശിവഭഗവാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. സർപ്പങ്ങളുടെ രാജാവിന് ശിവഭഗവാൻ ഒരു വരം നൽകിയതിനാൽ അദ്ദേഹത്തെ നാഗനാഥർ എന്ന് വിളിക്കുന്നു.
ചോള ശൈലിയിലുള്ള വാസ്തുവിദ്യ പ്രദർശിപ്പിക്കുന്ന മറ്റൊരു മാസ്റ്റർ പീസാണ് ഈ ക്ഷേത്രം. AD 10-ാം നൂറ്റാണ്ടിൽ ആദിത്യ ചോളൻ ഒന്നാമനാണ് ഇത് നിർമ്മിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പിൽക്കാലത്ത് വന്ന ഭരണാധികാരികൾ അവരവരുടേതായ സ്വന്തം കൂട്ടിച്ചേർക്കലുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ രാഹുവിനായിട്ട് ഒരു പ്രത്യേക ക്ഷേത്രമുണ്ട്. ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു നട തന്നെയുണ്ട്. കുംഭകോണത്ത് നിന്നും 7 കിലോമീറ്റർ അകലെ കാവേരി നദിയുടെ തെക്കേക്കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രകുളത്തെ സുലതീർത്ഥം എന്നാണ് വിളിക്കുന്നത്. ഈ ക്ഷേത്രകുളത്തിൽ സ്നാനം ചെയ്താൽ ചെയ്ത പാപങ്ങളൊക്കെ മാറിക്കിട്ടുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ഷേത്രകുളത്തിൻ്റെ തെക്കേ ഭാഗത്താണ് 100 തൂണുകളുള്ളൊരു ഹാളുള്ളത്. വടക്ക് കിഴക്കൻ മൂലയിലാണ് രാഹു ഭഗവാന്റെ ക്ഷേത്രം. ഉത്സവ അവസരങ്ങളിൽ വിഗ്രഹങ്ങൾ സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്ന യാലികൾ കൊണ്ട് അലങ്കരിച്ച തൂണുകളുള്ള മറ്റൊരു ഹാളും വടക്ക് വശത്തുണ്ട്. അങ്ങനെ രാഹു ഭഗവാന്റെ ക്ഷേത്രത്തിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നും അടുത്ത നവഗ്രഹ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ്. ഇനി നേരെ വീണ്ടും ബസ്സിലേക്ക് കയറുന്നു. അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ സൂര്യനാർ ടെമ്പിളാണ്. സൂര്യനാർ കോവിൽ, അതായത് സൂര്യഭഗവാന്റെ ക്ഷേത്രം. സൂര്യഭഗവാന്റെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് കുറച്ച് മുന്നോട്ട് നടന്നിട്ട് ഒരു ഇടവഴിയിലൂടെ ഇങ്ങനെ നടന്നാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് എത്തുന്നത്. പോകുന്ന വഴിക്കെല്ലാം പൂജാ ഐറ്റംസൊക്കെ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്ന കാണാം. അതുപോലെ കുടിക്കാനായിട്ട് പാനീയങ്ങൾ പലതരം, എന്താ പറയുക, കരിമ്പിൻ്റെ ജ്യൂസും പലതരം സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ വെച്ചിരിക്കുന്നത് കാണാം. 2 സൈഡിലായിട്ടും പൂജയുടെ ഐറ്റംസ് ധാരാളം കാണാം. പ്രത്യേകിച്ച് പറഞ്ഞാൽ താമരയുടെ ഹാരം, അതെല്ലാം ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളിലും റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഗോപുരങ്ങളൊക്കെ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ എല്ലാം കെട്ടി വെച്ചിരിക്കുന്നതെല്ലാം കാണാം. നെയ്വിളക്ക് വാങ്ങിയിട്ടാണ് ഞാൻ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ നെയ്വിളക്ക് കത്തിച്ച് വയ്ക്കുന്നു. പ്രാർത്ഥനയോടുകൂടിയാണ് നെയ്വിളക്ക് കത്തിച്ച് വയ്ക്കേണ്ടത്. നന്നായി പ്രാർത്ഥിച്ചു. ഇനി ഉള്ളിലേക്ക് പോകാം. സൂര്യദേവനായ സൂര്യന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഈ സൂര്യനാർ കോവിൽ. സൂര്യഭഗവാനും അദ്ദേഹത്തിൻ്റെ പത്നിമാരായ ഉഷാദേവിയും പ്രത്യുഷാദേവിയുമാണ് ഇവിടുത്തെ പ്രധാന ദൈവങ്ങൾ. മറ്റ് 8 ഗ്രഹദേവതകൾക്കും പ്രത്യേക ആരാധനാലയങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുണ്ട്. അതായത് തമിഴ്നാട്ടിലെ 9 നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമായിട്ടാണ് ഇവിടം കണക്കാക്കപ്പെടുന്നത്. എല്ലാ ഗ്രഹദേവതകൾക്കും ആരാധനാലയങ്ങളുള്ള തമിഴ്നാട്ടിലെ ഏക ക്ഷേത്രം കൂടിയാണ് ഈ സൂര്യനാർ കോവിൽ. ദ്രാവിഡ ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൽ 5 തട്ടുകളുള്ള രാജഗോപുരം, കവാടഗോപുരം, പിന്നെ ക്ഷേത്രത്തിലെ എല്ലാ ശ്രീകോവിലുകളെയും ചുറ്റിപ്പറ്റിയുള്ള ഒരു ഗ്രാനൈറ്റ് മതിലും ഇവിടെയുണ്ട്. ശിവൻ ആധിപത്യം സ്ഥാപിക്കാത്ത 9 ഗ്രഹ ക്ഷേത്രങ്ങളിൽ ഒരേ ഒരു ക്ഷേത്രം കൂടിയാണിത്. സാധാരണയായിട്ട് ബാക്കി എല്ലാ നവഗ്രഹ ക്ഷേത്രങ്ങളിലും ശിവഭഗവാനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. പക്ഷേ ഇവിടെ സൂര്യഭഗവാന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആധിപത്യം. അപ്പോൾ എന്തായാലും ഇവിടുന്ന് സൂര്യനാർ ടെമ്പിളിൻ്റെ അവിടെ പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് കയറി ബസ്സിനകത്തിരിക്കുന്നു എല്ലാവരും. അപ്പോൾ എല്ലാവരും വരാനായിട്ട് വയ്ക്കുന്നത്, എല്ലാവരും ഇപ്പോൾ എത്തും. അത് കഴിഞ്ഞിട്ട് അടുത്ത ടെമ്പിളിലേക്ക് പോകുന്നു. അടുത്ത ശുക്രൻ്റെ ക്ഷേത്രമാണ്. ശുക്രഗ്രഹം, അതായത് ശിവഭഗവാൻ്റെ അംശമുള്ള ശുക്രഭഗവാനാണ്. അവിടെ ശിവഭഗവാനെ ശുക്രനായിട്ടാണ് സ്ഥാപിക്കുന്നത്. അപ്പോൾ അവിടെയും പോയി പ്രാർത്ഥിക്കുക. അതിവിടെ നിന്ന് അടുത്താണ്. അടുത്ത ടെമ്പിൾ എത്തി. അരുൾമികു ശ്രീ അഗ്നീശ്വര ടെമ്പിൾ. ഇത് ശുക്രൻ്റെ ക്ഷേത്രമാണ്. ശുക്ര ഭഗവാൻ, അത് വീനസ്. ശുക്ര ഭഗവാന്റെ അർച്ചനയാണ് വെള്ളത്താമര.
വളരെ പഴക്കം ചെന്ന ക്ഷേത്രം. ഗോപുരം എല്ലാം കാണുമ്പോൾ അറിയാം. അഗ്നീശ്വരനായിട്ട് ശിവഭഗവാൻ ഇവിടെ ശുക്രനായിട്ടാണ് പൂജിക്കപ്പെടുന്നത്. അഭിഷേക സമയത്ത് ഇവിടെ ഒഴിക്കുന്ന ഓയിൽ, അതായത് എണ്ണ എല്ലാം തന്നെ ആഗീരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു വിഗ്രഹത്തിൽ കംപ്ലീറ്റ് അങ്ങനെ ആഗീരണം ചെയ്ത് പോകും. പരാശര മുനിക്ക് ശിവഭഗവാൻ നിത്യതാണ്ഡവം എന്ന വളരെ ബ്രഹ്മാണ്ഡമായ നൃത്തത്തിൻ്റെ ഒരു ദർശനം നടത്തിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഐതിഹ്യം അങ്ങനെ പറയുന്നത്. പരാശര തീർത്ഥമെന്നും അഗ്നി തീർത്ഥമെന്നുള്ള 2 ക്ഷേത്രകുളങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ വെള്ളത്താമര, വെള്ളവസ്ത്രം, അമരപ്പയർ, ഇതെല്ലാമാണ് ശുക്രഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാട്. പ്രധാന കവാടങ്ങളിലെല്ലാം തന്നെ രാജഗോപുരമുണ്ട്. ഉള്ളിലേക്ക് നല്ല എന്താ പറയുക, പഴയ ക്ഷേത്രമാണ്. നല്ല ഇരുട്ട്, കംപ്ലീറ്റ് ഒരു ഗ്രാനൈറ്റ് കല്ലുകളും ഒക്കെ ആയിട്ട് ഭയങ്കര പൗരാണികത നമുക്ക് കാണാൻ പറ്റും. ഇതെങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, ഭക്തർ കൊണ്ടുപോകണതാണ് കേട്ടോ ഭഗവാന് കൊടുക്കാൻ. ഇതാണ് ശുക്രഭഗവാന്റെ ഇഷ്ടപ്പെട്ട വൈറ്റ് ലോട്ടസ്. ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇനി അങ്ങനെ ഒരുപാട് സമയം നമുക്ക് ഓരോ സ്ഥലത്തും നിൽക്കാൻ പറ്റില്ല. ഇനി നേരെ ബസ്സിൻ്റെ ഭാഗത്തേക്ക് പോകും. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് വരും. അപ്പോൾ ഇത് 5ാമത്തെ ടെമ്പിളാണ്. ഇനി 6, 7, 8, 9 വളരെ പഴക്കം ചെന്ന ക്ഷേത്രങ്ങൾ. കാണുമ്പോൾ അറിയാമല്ലോ പൗരാണികത. ഇവിടെ ഭഗവതിയാണ്. ശിവഭഗവാന്റെ അവിടെ കഴിഞ്ഞു. ശുക്രഭഗവാനെയും കണ്ടു. ഭഗവതി തൊട്ടിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തൊട്ടിൽ കെട്ടുന്നൊരു രീതിയുണ്ട്, നേർച്ച. ഇപ്പം സമയം ഏതാണ്ട് ഒരു 11 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ നല്ല വെയിൽ, നല്ല വെയിലായി. ഇത് കുറച്ച് കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. വൈത്തീശ്വരൻ കോവിൽ അതിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു. ഏകദേശം ഒരു അരമണിക്കൂർ എടുത്തു അവിടെ നിന്ന് ഇവിടെ വരെ വരെ. അകത്തേക്ക് പോകാം. അങ്ങനെ വൈത്തീശ്വരൻ കോവിലേക്ക് കയറുന്നു. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇങ്ങനെ ഓരോ ഗോപുരങ്ങൾ കടന്ന് മുന്നോട്ട്. രോഗശാന്തിയുടെ ദേവനായിട്ടാണ് ശിവഭഗവാൻ ഇവിടെ പൂജിക്കപ്പെടുന്നത്, പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതായത് വൈത്തീശ്വരൻ എന്ന് പറഞ്ഞാൽ വൈദ്യൻ അല്ലെങ്കിൽ രോഗശാന്തിക്ക് അദ്ദേഹം രോഗശാന്തി ചെയ്യുന്ന വൈദ്യൻ്റെ രൂപത്തിൽ അങ്ങനെ സങ്കല്പിക്കാം. വൈദ്യീശ്വരനായിട്ടാണ്, രോഗശാന്തിയുടെ പ്രതീകമായിട്ടാണ് ഇവിടുത്തെ ശിവഭഗവാന്റെ പ്രതിഷ്ഠ. ഇങ്ങനെ ഒരു ഗോപുരം, ഇനി അടുത്തൊരു ഗോപുരം. ഇത് ഭംഗിയായിരിക്കുന്നതല്ല. ഇങ്ങനെ കടന്ന് ഒന്ന് മുന്നോട്ട് പോകണം. ഇവിടുത്തെ ഒരു ചെറിയ ഐതിഹ്യം എന്ന് പറയുന്നത് ചൊവ്വാഗ്രഹത്തിന് ത്വക്ക് രോഗം പിടിപെടുന്നു. അങ്ങനെ ചൊവ്വാഗ്രഹത്തിന് പോലും ത്വക്ക് രോഗം വരികയും, അപ്പോൾ ചൊവ്വ ഗ്രഹം എങ്ങോട്ടാണ് പോകുന്നത്? ശിവഭഗവാന്റെ അടുത്താണ് അഭയം പ്രാപിക്കുന്നത്. അങ്ങനെ ശിവഭഗവാൻ ആ ഒരു ത്വക്ക് രോഗം മാറ്റി കൊടുക്കുകയും രോഗശാന്തി വരുത്തി കൊടുക്കുന്നു. അങ്ങനെ വൈദ്യീശ്വരനായിട്ട് രോഗശാന്തി വരുത്തി കൊടുക്കുന്നു. അതിനുശേഷം ഈ ക്ഷേത്രം ചൊവ്വാഗ്രഹത്തിൻ്റെ ടെമ്പിളായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറഞ്ഞാൽ കുരുമുളകും, ചൊവ്വയുടെ ക്ഷേത്രമാണല്ലോ, കുരുമുളക്, പിന്നെ അതുപോലെ തന്നെ ഉപ്പ്, കല്ലുപ്പ്, ഇത് തലയ്ക്കൊഴിഞ്ഞിട്ട് നമ്മളവിടെ സമർപ്പിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഗ്രഹങ്ങളുടെയും നവഗ്രഹ ക്ഷേത്രങ്ങളിലും എക്സെപ്റ്റ് സൂര്യനാഥ് കോവിൽ, ബാക്കി എല്ലായിടത്തും ശിവഭഗവാനാണ് പ്രധാന പ്രതിഷ്ഠ. അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ടാണ് ഗ്രഹങ്ങൾ വരുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാട് ചെമ്പകവും ചുവന്ന വസ്ത്രവുമാണ് ഇവിടുത്തെ വഴിപാട്. ഇങ്ങനെ ഓരോ നവഗ്രഹ ക്ഷേത്രത്തിനും ഓരോ പ്രത്യേകതയാണ്. അതനുസരിച്ചിട്ടാണ് പൂക്കളുടെ നിറം മാറുന്നു, വസ്ത്രങ്ങളുടെ നിറം മാറുന്നു.
ഇത് ഒരു ഡ്രം അവിടെ വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മളിത് പൊട്ടിച്ച് അവിടെ ഇടണം. ഓക്കെ, തലയ്ക്ക് ഒഴിഞ്ഞിട്ട് അപ്പോൾ ദോഷങ്ങളൊക്കെ പോകും. പിന്നെ അതുപോലെ സ്കിൻ ഡിസീസൊക്കെ ഉള്ളവർക്ക് ഭയങ്കര നല്ലതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഇനി ഇത് വെച്ചിട്ട് ശർക്കര ഉണ്ട് കേട്ടോ. ശർക്കര, കുരുമുളക്, ഉപ്പ്, കല്ലുപ്പ്, 3 കാര്യങ്ങളാണ്. ഈ ഭാഗത്ത് ദേവിയാണ്, അവിടെ വലിയ കൊടിമരം, ഇവിടെ ശിവഭഗവാന്റെ. സിദ്ധാമൃതം കുളം എന്ന് പറയുന്ന ഒരു കുളവും ഇവിടെ അമൃതം ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെ കുളിച്ചാൽ എല്ലാ രോഗവും പോകുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ജടായു കുണ്ടം എന്ന് പറഞ്ഞ് അങ്ങനൊരു കുളവും കൂടിയുണ്ട്. അതും വളരെ പവിത്രമായിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. ഇവിടെ പ്രസാദം കിട്ടും, വാങ്ങിയിട്ട് പോകണമെങ്കിൽ. നോക്കട്ടെ, പ്രസാദം എന്നാ സ്വീറ്റ് പൊങ്കൽ തരും. ലഡു ചെറുത് വലുത് എല്ലാം ഉണ്ട്. ആ ഓക്കെ, ചക്കര പൊങ്കൽ ഇതന്നെ. ആ ചക്കര പൊങ്കൽ ഇതാ. ഇത് പുളിയോദരയാ? ഓക്കെ, പുളിയോദര ഉണ്ട്, ചക്കര പൊങ്കലും ഉണ്ട്. ഞാനിപ്പോൾ 30 ആണ് ഒരു പൗറിന്, ചെറിയൊരു പൗർ. മധുരപ്പൊങ്കലും ചക്കരപ്പൊങ്കലും വലിയ ലഡു മേടിക്കും. 80 rupees ടോട്ടൽ. ശുഭാഗ്രഹത്തിൻ്റെ ടെമ്പിൾ. ഒരു ഗോപുരം, എന്ത് ഭംഗിയല്ലേ രാജഗോപുരങ്ങൾ. സ്കൾപ്ചേഴ്സാണ് എഴുതുന്നത്. ഒരുപാട് രൂപങ്ങളാണ് അതിൽ കുത്തിവെച്ചിരിക്കുന്നത്. ഇനി ബസ്സിൻ്റെ ഭാഗത്തേക്ക് ഓടട്ടെ. എല്ലാവരും എത്തിയിട്ടില്ല കേട്ടോ, അവരെല്ലാം അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഞാനാണ് കുറച്ച് ഏർലിയായിട്ട് എത്തുന്നത്. ആരും എത്തിയില്ല. അപ്പോൾ ഒന്ന് കുറച്ച് കഴിച്ചിട്ട് പോകും. ചക്കരപ്പൊങ്കൽ സ്പൂണൊന്നും ഇല്ല കേട്ടോ. നല്ല ചൂട്, ടേസ്റ്റ്. പ്രസാദമൊക്കെ എപ്പോഴും ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. നമ്മളും വയ്ക്കാറുണ്ട് ശർക്കര പായസം. ഈ ടേസ്റ്റ് കിട്ടില്ല. ക്ഷേത്രങ്ങളിൽ ഒരു പ്രത്യേകതയാണ് അവരുടെ. ഞാനിപ്പോൾ പായസം എല്ലാം കഴിച്ചിട്ട് ഇവിടുത്തെ ചക്കര പൊങ്കലെല്ലാം കഴിച്ച് ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ഞാൻ ബസ് ഒന്നും പറഞ്ഞ് ഓടിപ്പോയി. പക്ഷേ ബസ്സും വന്നിട്ടില്ല, ബസ്സിനെ അവിടെ കാണാനും ഇല്ല, നമ്മുടെ ആൾക്കാരെ കാണാനില്ല. ലോസ്റ്റ് ആയതാണോ എന്ന് എനിക്കറിയില്ല. ഇനി അവർ ആ എൻട്രൻസിൽ കൂടെ പുറത്തേക്ക് പോയോ എന്നറിയില്ല. എന്തായാലും ഞാനിവിടെ ഇരിക്കുന്നു. ഒരു കാര്യം പറഞ്ഞുതരാം, ഇതൊരു നല്ല സുഖമുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഇതുപോലെ ട്രാൻസ്പോർട്ട് ബസ്സിൽ പോകുന്നത്. പക്ഷേ ഒരു കണ്ടക്റ്റഡ് ടൂറിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് അവരുടെ ഒരു ടൈമിംഗ് അനുസരിച്ച് നമ്മളിങ്ങനെ അവരുടെ ഒരു ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ ഓടിക്കൊണ്ടിരിക്കണം. വെറുതെ തൊഴാൻ പോകുന്നവർക്ക് ഓക്കെയാണ്. പക്ഷേ എനിക്ക് ഷൂട്ടും കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് ഹറി ബറിയിൽ കിടന്ന് ഓടണം. നമ്മൾക്ക് പ്രാർത്ഥിക്കുകയും വേണം, ഷൂട്ടും ചെയ്യണം. അങ്ങനെ മാത്രമല്ല, ഈ ഒരു യാത്രയിൽ നല്ലതായിട്ട് നമ്മൾ വേർക്കും, ഭയങ്കരമായിട്ട് ചൂടൊക്കെ ഉണ്ട്. പിന്നെ AC കോച്ചാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇത് റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് ലാഭമാണ്. 750 രൂപ. പിന്നെ ഒരു 150 രൂപ ഭക്ഷണത്തിനാകും, അത്രേ ഉള്ളൂ. പക്ഷേ AC ആണെങ്കിൽ 1500 അടുപ്പിച്ചാകും. പക്ഷേ നമുക്ക് കുറച്ച് കംഫർട്ടബിളായിട്ട് വരാം, ട്രാവൽ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് തോന്നി എന്താ വെച്ചാൽ, ഈ ഒരു ട്രിപ്പിൽ നമ്മളിപ്പോൾ സ്വന്തം നിലയ്ക്ക് വരികയാണെങ്കിൽ, നമ്മുടെ കാറിലൊക്കെ നമ്മൾ വരികയാണെങ്കിൽ, ഒന്ന് നമുക്ക് റോഡ് ഇങ്ങനെ പല സ്ഥലത്തായിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. നമുക്കൊരു ഡയറക്ഷൻ കറക്റ്റായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോകുമ്പോൾ ഒരുപാട് സമയമെടുക്കും. സോ കുറച്ച് ടയറിങ് ആയിരിക്കും അത്. ഇത് കറക്റ്റായിട്ട് അവർക്ക് അറിയാതെ ആ ഒരു റൂട്ടിലൂടെ കൊണ്ടുപോകും. രണ്ടാമത്തെ കാര്യം, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭയങ്കര എല്ലാ ക്ഷേത്രങ്ങളും, ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ എവിടെ ട്രാവൽ ചെയ്താലും നോർത്ത് ഇന്ത്യയിലും അങ്ങനെയൊക്കെ തന്നെയാണ്, ഒരു കുറേ കൊള്ള സംഘമുണ്ട്. അതായത് പൂജ ചെയ്യാം, മറ്റത് ചെയ്യാം, മറിച്ച് ചെയ്യാം. നമ്മുടെ കൂടെ ഇങ്ങനെ കുറേ പൂജാരി എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ നടക്കും. പിന്നെ ഈ പൂജാ സാമഗ്രികൾ, പൂജയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിൽക്കാനും, അതൊക്കെ ഒരു റാക്കറ്റാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. എൻട്രൻസ് ഫീ, അത് ഇത്. പക്ഷേ ഇതിൻ്റെ കൂടെ പോകുമ്പോൾ നമ്മൾ ഒരു പൈസ പോലും ആർക്കും കൊടുക്കണ്ട. പിന്നെ അതുപോലെ അത് ഭയങ്കര ലാഭമായിട്ട് എനിക്ക് തോന്നി. നമ്മൾ ഈ പൂജാതി കാര്യങ്ങളൊന്നും വാങ്ങുന്നില്ല, പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും വാങ്ങുന്നില്ല. നമ്മളെ ആരും ബുദ്ധിമുട്ടിക്കില്ല. ഇങ്ങനെ ഒരു ടാഗ് കിടക്കുമ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു
എന്താ പറയുക, ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഒരു പാക്കേജായിട്ട് വന്നാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ടച്ച് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ലാഭം തന്നെയാണ് ഏത് രീതിയിലും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കൊള്ളാം, എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ. ഈ നവഗ്രഹ ക്ഷേത്രങ്ങളുടെ ഉത്ഭവത്തിനെക്കുറിച്ചുള്ള ഐതിഹ്യം എന്താണെന്ന് അറിയട്ടെ. ഇതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ ഇതൊരു പിൽഗ്രിമേജ് ടൂറാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം കൂടി അറിയുന്നത് നല്ലതാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഉത്ഭവം. അതായത് പ്രധാനമായിട്ട് കാലവ മഹർഷിക്ക് വലിയ രോഗാവസ്ഥ ഉണ്ടാവുകയും അതോടൊപ്പം കുഷ്ഠരോഗം കൂടി ഉണ്ടാകുന്നു. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് നവഗ്രഹങ്ങളോടാണ്. നവഗ്രഹ ഭഗവാന്മാരോടെല്ലാം പ്രാർത്ഥിച്ച് എൻ്റെ ഈ രോഗത്തിൽ നിന്നും മുക്തി തരണേ എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നവഗ്രഹങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും അങ്ങനെ രോഗമുക്തി നേടാനും സാധിക്കുന്നു. അത് മോക്ഷം കൊടുക്കുന്നു, രോഗമുക്തി ആക്കി കൊടുക്കുന്നു. എന്നാൽ മനുഷ്യർക്ക് ഇങ്ങനെ അനുഗ്രഹങ്ങൾ കൊടുക്കാനുള്ള കഴിവ് നവഗ്രഹങ്ങൾക്കില്ലല്ലോ എന്ന് ബ്രഹ്മാവിന് തോന്നുന്നു. അപ്പോൾ ബ്രഹ്മാവിന് അത് ഇഷ്ടപ്പെട്ടില്ല. ബ്രഹ്മാവ് അതുകൊണ്ട് എന്ത് ചെയ്തു, നവഗ്രഹങ്ങളെല്ലാം ശപിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ശപിച്ചു വിടുകയാണ്. അതായത് മനുഷ്യരെ അനുഗ്രഹിക്കാനുള്ള കഴിവൊന്നും നിങ്ങൾക്കില്ല, അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെ ശപിക്കുന്നു. അവർക്ക് നവഗ്രഹങ്ങൾക്കും കുഷ്ഠരോഗം പിടിക്കുകയും ഈ ഒരു ശാപം കൊണ്ട്. എന്നിട്ട് ഈ സൂര്യനാർ ക്ഷേത്രം ഇരിക്കുന്ന ഭാഗത്താണ് നവഗ്രഹങ്ങളെ കൊണ്ടുപോയി ബ്രഹ്മാവ് ഉപേക്ഷിക്കുന്നു. അപ്പോൾ ഈ നവഗ്രഹങ്ങൾ അവിടെ കുഷ്ഠരോഗവുമായിട്ട് കഷ്ടപ്പെടുകയാണ്. ആ സമയത്ത് അവർ പ്രാർത്ഥിക്കുന്ന രോഗമുക്തിക്കും ഈ മോക്ഷം കിട്ടാനായിട്ട് ശിവഭഗവാനോടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ശിവഭഗവാൻ ഇവരുടെ പ്രാർത്ഥനയിൽ തൃപ്തനായിട്ട് ഇവർക്ക് രോഗശാന്തി കൊടുക്കുന്നു. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, അവർ ഇപ്പോൾ എവിടെയൊക്കെയാണോ നവഗ്രഹങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ആ സ്ഥലങ്ങളിലെല്ലാം അവരുടെ സ്വന്തമാക്കി വെച്ചോളാൻ പറഞ്ഞു. അതാണ് ആ സ്ഥലത്തെല്ലാം ഓരോരോ സ്ഥലത്ത് നവഗ്രഹ ക്ഷേത്രങ്ങൾ. ശിവഭഗവാൻ ഇത് കൂടാണ്ട് ഒരു വരവും കൂടി നവഗ്രഹങ്ങൾക്ക് കൊടുക്കുന്നു. അതായത് നവഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാനും വരം കൊടുക്കാനുമുള്ള ഒരു പവറും കൂടി നവഗ്രഹങ്ങൾക്ക് ശിവഭഗവാൻ കൊടുക്കുന്നു. അപ്പോൾ ശിവഭഗവാനും നവഗ്രഹങ്ങളും ചേർന്ന് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു നവഗ്രഹ ക്ഷേത്രങ്ങളിലെല്ലാം വരുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നവഗ്രഹ ക്ഷേത്രങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഈ 9 നവഗ്രഹ ക്ഷേത്രങ്ങൾ വന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു തുടക്കം അല്ലെങ്കിൽ ഉത്ഭവ കഥയാണ് ഞാനിപ്പോൾ, ഐതിഹ്യമാണ് കേട്ടോ ഇങ്ങനെ ഒരു കാര്യം. ഇനി ഇതിൻ്റെ പ്രാധാന്യം വേറെയാണ്, ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇതൊരു പിൽഗ്രിമേജ് ടൂറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് പോകുന്നത് കൊണ്ട് കിട്ടുന്ന നേട്ടം, ഒരുപാട് ദോഷങ്ങൾ മാറിക്കിട്ടും, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ 1-2 കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നും നേടാൻ സാധിക്കും. മനസ്സമാധാനം, അതുപോലെ ദോഷങ്ങൾക്കെല്ലാം പരിഹാരം, അങ്ങനെ കുറേ കാര്യങ്ങൾ. കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലെത്തി. ഇലയിലാണ് ഭക്ഷണം. ഇവരെ You are from Jharkhand. Your good name, please? Chitrakshi, Jharkhandil നിന്നാണ്. And yourself? I am Umeshri from Andhra. ഉമശ്രീ ഫ്രം ആന്ധ്ര. നമ്മൾ ഇടയ്ക്കൊന്ന് പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അത് ഫുള്ളാണ്. ബസ് ഇസ് കംപ്ലീറ്റ്, നോ ടോട്ടലി ഫുൾ. പക്ഷേ ഇങ്ങനെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുമ്പോൾ കാണും. അപ്പോൾ ഒരു ഹൈ ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകും. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇപ്പോൾ അടുത്തടുത്തായിരിക്കും. ഇതാണ് സംഭവം. ഇത് വൈറ്റ് റൈസ് പൊന്നിയാൽ ഞാൻ തോന്നുന്നു. പിന്നെ ഒരു കൂട്ട്, ഒരു പൊരിയൽ, ഒരു പരിപ്പ് വട, ഒരു അച്ചാറ്, ഉപ്പ്, വെറുമസിലി പായസം. ഒരു സിമ്പിൾ ലഞ്ചാണ് കേട്ടോ, ഒരുപാട് ആഡംബരമൊന്നുമില്ല. പിന്നെ സാമ്പാറുണ്ട്. ഞാൻ സാമ്പാർ വാങ്ങിക്കാത്തത് കൊണ്ട് ഓക്കെ, ഞാൻ ഇങ്ങനെ കഴിക്കാം. ടേസ്റ്റുണ്ട്. ഒരു തൈര് സാധനം കഴിക്കണമല്ലോ. ഫിനിഷ് ചെയ്യട്ടെ. മോര് പരിപ്പ് വട നല്ല കോമ്പിനേഷനാണ്. പരിപ്പ് വട വിത്ത് ഇത് ഭയങ്കര കോമ്പോ കേട്ടോ. കുതിർത്ത് കഴിക്കണം. അങ്ങനെ ലഞ്ച് കഴിഞ്ഞു. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ബസ്സിലേക്ക് കയറുന്നു. ഇനി അടുത്ത 3 ടെമ്പിൾസ് കൂടിയുണ്ട്.
അങ്ങനെ 7ാമത്തെ ടെമ്പിളിലെത്തിയിരിക്കുന്നു. അങ്ങോട്ട് പോവാം. ആ കയറുമ്പോൾ തന്നെ നല്ലൊരു ഗോപുരം, രാജഗോപുരം കാണാം. തിരുവെങ്കടു എന്ന് പറയുന്ന സ്ഥലത്ത് അരുൾമികു ശ്വേതാരണ്യേശ്വരർ ടെമ്പിൾ. ഇത് ബുദ്ധഭഗവാന്റെ ക്ഷേത്രമാണ്. ബുധൻ എന്ന് പറയുന്ന ഗ്രഹം. ശ്വേതാരണ്യേശ്വര എന്ന് പറയുമ്പോൾ വെളുത്ത കാടിൻ്റെ ഉടമ എന്ന് പറയുന്ന ശിവഭഗവാന്റെ മറ്റൊരു രൂപമാണ് ഈ ക്ഷേത്രത്തിൽ. അപ്പോൾ എല്ലാം സൂര്യദേവൻ ഒഴിച്ച് ബാക്കി എല്ലാ ഗ്രഹങ്ങളോടൊപ്പവും ശിവഭഗവാനാണ് പ്രധാന പ്രതിഷ്ഠ. അപ്പോൾ ഇവിടെ ഈ രൂപത്തിലാണ് ശിവഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ബുധൻ എന്ന് പറഞ്ഞാൽ അറിയില്ല, ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നമ്മുടെ പഠിത്തത്തിനും ബുദ്ധിക്കും അങ്ങനത്തെ കാര്യത്തിനൊക്കെയാണ്. അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ബുധഭഗവാനെയാണ് പ്രാർത്ഥിക്കുന്നത്. ബുധൻ്റെ ഗ്രഹസമയം ബുധനാണെങ്കിൽ അപ്പോൾ നല്ല പഠിക്കും, നല്ല കരിയർ, നല്ല ഉയർച്ച കിട്ടും എന്നൊക്കെ പറയില്ലേ. അങ്ങനെ ഗോപുരങ്ങളൊക്കെ നോക്കി, എല്ലാ ഗോപുരങ്ങളും എന്ത് കളർഫുൾ ആയിരിക്കുന്നു. ഓരോരോ പ്രതിഷ്ഠകളുള്ള ചെറിയ ഉപദൈവങ്ങളും ഒക്കെ വരുന്ന ഭാഗമാണ്. ഇനി ഇവിടെ കുംഭാഭിഷേകമാണ് ബുധനാഴ്ച വരാൻ പോകുന്നത്. അത് വിത്തിൻ 2 days. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്, ഇതിൻ്റെ മുകളിൽ കുംഭം കൊണ്ട് വെച്ചിട്ട് ആ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ടാണ് എല്ലാ ഗോപുരങ്ങളുടെയും മുകളിലേക്ക് ഇങ്ങനെ ഇതെല്ലാം വെച്ചിരിക്കുന്നത്. ശിവഭഗവാനെ ഈ ക്ഷേത്രത്തിൽ അഹോരമൂർത്തിയായും നടരാജനായും ഒക്കെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ 4ാമത്തെ ഗ്രഹമായ ബുധൻ, ജ്ഞാനിയായ ഗ്രഹമാണ് ബുധൻ. ഞാൻ പറഞ്ഞല്ലോ, ജ്ഞാനിയായ ഗ്രഹം. നല്ല വിദ്യാഭ്യാസം, നല്ല അറിവ്, അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ദശാസന്ധി നോക്കും. നമ്മളിങ്ങനെ നോക്കില്ലേ, ഇപ്പോൾ ഏത് ദശയാണ് നമുക്ക് ജാതകത്തിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ശനി ദശയാണെങ്കിൽ കഷ്ടകാലം എന്ന് പറയുക, അല്ലെങ്കിൽ ചൊവ്വയുടെ അപഹാരമാണ്, ബുധനാണ്. ബുധൻ്റെ കാലമാണെങ്കിൽ നമുക്ക് എല്ലാത്തിലും ഉയർച്ചയായിരിക്കും, പഠനത്തിലും പ്രൊഫഷനിലും ഒക്കെ, അങ്ങനെയൊക്കെ പറയാറുണ്ട് ഈ ജാതകത്തിലൊക്കെ വിശ്വസിക്കുന്നവർക്ക്. കെട്ടിലൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ആലേഖനം ചെയ്തിട്ടുണ്ട്, കൊത്തി വെച്ചിരിക്കുകയാണ്. കുംഭാഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ബ്യൂട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ഗംഭീരമാക്കും. ഇവിടെ 3 തീർത്ഥക്കുളങ്ങളാണുള്ളത്, 3 എണ്ണം. ചന്ദ്രതീർത്ഥമുണ്ട്, അഗ്നിതീർത്ഥമുണ്ട്. ചന്ദ്രതീർത്ഥത്തിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ശിവഭഗവാൻ നൃത്തമാടിയപ്പോൾ കണ്ണിൽ നിന്ന് 3 കണ്ണുനീർ തുള്ളികൾ വീണെന്നും അതിൽ ഒരു കണ്ണുനീർ തുള്ളിയിൽ നിന്നാണ് ഈ ചന്ദ്രതീർത്ഥം ഉണ്ടായതെന്ന് പറയുന്നത്. അങ്ങനെ ഇതൊക്കെ ഐതിഹ്യമാണ് കേട്ടോ. അപ്പോൾ അറിവും ജ്ഞാനവും എല്ലാം ദാനം ചെയ്യുന്ന, അനുഗ്രഹിച്ച് തരുന്ന ഭഗവാനാണ് ബുധൻ ഗ്രഹം. ഇവിടെ കംപ്ലീറ്റ് അതെ ആ അഴിക്കുള്ളിൽ ഇഷ്ടം പോലെ കുഞ്ഞു സ്റ്റാച്യൂസ് ഉണ്ട്. ഇതിനെല്ലാം ഓരോ കാര്യമുണ്ട്. ഇതൊക്കെ നോക്കിയേ, വെളിയിലത്തെ സ്റ്റാച്യു, ഇത് ശിവഭഗവാനാണ് കേട്ടോ. ഇത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അത് കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നു, സ്കൾപ്ചർ ചെയ്ത്. ഞാനിപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്തും പുറത്തുമായിട്ടല്ല ഇങ്ങനെ കറങ്ങി നടക്കാണ്. എന്ത് വലിയ മതിൽക്കെട്ടാണെന്ന് നോക്കി. ഇതിനകത്താണ് ആ ടെമ്പിൾ കോംപ്ലക്സ് ഇരിക്കുന്നത്. ഇതിപ്പോൾ ആ മതിൽക്കെട്ടിന് വെളിയിൽ ഇങ്ങനെ നടപ്പാതെയുണ്ട്. അതുവഴി നടന്നു വരുമ്പോൾ 3 കുളവും അടുത്തടുത്താണ്. ആദ്യം നമ്മളൊരു കുളം കണ്ടല്ലോ, അവിടെ നിന്ന് വന്നാലും ഇത് കാണാം. ഇതാണ് അടുത്ത 2ഉം 3ഉം ഒക്കെ ഇവിടെയാണുള്ളത്. കുളം എന്നല്ല പറയുന്നത്, ഇവിടുത്തെ തീർത്ഥം. 3 തീർത്ഥക്കുളങ്ങളാണുള്ളത്. അപ്പോൾ ഇനി ഇവിടെ ബുദ്ധിയും അറിവും നമ്മൾക്കും നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും പകർന്നു നൽകാനായിട്ട് ഇവിടുത്തെ ബുദ്ധഭഗവാനോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ശിവഭഗവാനെയും പ്രാർത്ഥിക്കാം. ദേവിയോട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കംപ്ലീറ്റ് പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ച ആ ദേവിയുടെ നടയുടെ ഫ്രണ്ടിലാണ് ആ റിയൽ ഫ്ലവർ കൊണ്ടുള്ള നടപ്പന്തലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ ഫങ്ഷനാണ് കേട്ടോ ഇവിടുത്തെ കുംഭാഭിഷേകം. അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് മാസീവ് വർക്ക് നടക്കുകയാണ്. നല്ല ഒന്നാന്തരം വെയിൽ, 2:30 മണി 3 മണി സമയമായി. നമ്മൾ രാവിലെ ടിപ്പ് ടോപ്പായിട്ട് പൂവൊക്കെ വെച്ചിറങ്ങിയതാണ്. ഇപ്പോൾ പൂവൊക്കെ വാടി തളർന്നു വേർത്ത് ചളവളമായി. പക്ഷേ കുഴപ്പമില്ല, ഇതൊരു പിൽഗ്രിമേജ് ടൂറാണ്. നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ നവഗ്രഹ ക്ഷേത്രങ്ങളെല്ലാം പോകാനും പ്രാർത്ഥിക്കാനും എല്ലാം സാധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇവിടെ വന്നിട്ട് ഇതുപോലെ ബസ് ടിക്കറ്റ് എടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഞാൻ പറയും AC ബസ് കിട്ടിയാൽ നല്ലത്. അത് ആഴ്ചയിൽ 3 ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ നോർമൽ ബസ്സാണ്. ശ്വേതാരണ്യേശ്വരർ ടെമ്പിൾ, ബുദ്ധഭഗവാൻ.
അങ്ങനെ 8ാമത്തെ നവഗ്രഹ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു. ഇത് കുംഭകോണത്ത് നിന്ന് ഡയറക്റ്റ് വരികയാണെങ്കിൽ 60 കിലോമീറ്റേഴ്സോളം ഉണ്ട് ഇവിടെ എത്താൻ. ഇതാണ് കേതു എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ക്ഷേത്രം. എല്ലാ ദിവസവും 6 പൂജയാണ് ഇവിടെ നടക്കുന്നത്. സ്പെഷ്യൽ അഭിഷേകമുണ്ട്, പരിഹാര പൂജകളുണ്ട്. നമ്മുടെ ഏത് ദശാസന്ധ്യയാണ്. ഇപ്പോൾ കേതുവിൻ്റെ അപഹാരം, കേതുവിൻ്റെ ദോഷം എന്നൊക്കെ പറഞ്ഞാൽ വലിയ ദോഷമാണ് കേട്ടോ. അത് വിശ്വസിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ജാതകത്തിലും ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ എസ്ട്രോളജിയിലൊക്കെ വിശ്വസിക്കുന്നു. പിന്നെ കേതു ദോഷമുള്ളവർക്ക് എന്താ പറയുക, വിവാഹം നടക്കാൻ പാടാണെന്ന് പറയും, കുട്ടികളുണ്ടാകാൻ തടസ്സങ്ങൾ വരും, അങ്ങനെ ഒരുപാട് എല്ലാത്തിനും ഒരു തടസ്സം. അപ്പോൾ കേതു ദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും ശക്തിയുള്ള കേതു ക്ഷേത്രമാണ് ഈ നവഗ്രഹ ടെമ്പിൾ സർക്യൂട്ടിൽ വരുന്ന 8ാമത്തെ ടെമ്പിളാണ്. ഇവിടെ ഒരു നാട്ടുകുട്ടിയെ നോക്കിയാൽ അതിൻ്റെ കളർ കോമ്പോ നോക്കിയാൽ നല്ല ക്യൂട്ടല്ലേ. അതേ കളർ കോമ്പിനേഷനിലൊരു പട്ടിക്കുട്ടിയുണ്ട് ഇവിടെ. ഇവർ രണ്ടും ബ്രദർ ആൻഡ് സിസ്റ്ററിനെ പോലെ ഉണ്ട്. ഹലോ, ഹൗ ആർ യു? അയ്യോടാ, ഇവൻ നല്ല സ്നേഹം. ടേംഡ്, അത് വളർത്തുന്നതാണ്. ഇവിടെ നാഗനാഥ സ്വാമിയായിട്ടാണ് ശിവഭഗവാന്റെ പ്രതിഷ്ഠ. അപ്പോൾ ശിവഭഗവാനുണ്ട് എല്ലാ നവഗ്രഹ ടെമ്പിൾ എക്സെപ്റ്റ് സൂര്യഭഗവാൻ അവിടെ പ്രത്യേകമാണ്, സൂര്യനാഥ് ടെമ്പിൾ. പക്ഷേ ബാക്കി എല്ലാ നവഗ്രഹ ക്ഷേത്രങ്ങളും ശിവഭഗവാൻ തന്നെയാണ് പ്രധാന പ്രതിഷ്ഠ. ഇവിടെ നാഗനാഥർ ഭഗവാൻ എന്നുള്ള രൂപത്തിലാണ് ശിവഭഗവാനുള്ളത്. അപ്പോൾ കേതുവിൻ്റെ ക്ഷേത്രം, അകത്ത് പോയി പ്രാർത്ഥിക്കും. അപ്പോൾ ഇവിടെയാണ് കേതു ഭഗവാന്റെ പ്രതിഷ്ഠ ഇരിക്കുന്നത്. നല്ല ക്രൗഡുണ്ട് അവിടെ. ദീപാരാധന സമയമാകുന്നേ ഉള്ളൂ. അവിടെ കേട്ടൻ ഇട്ടിരിക്കുവാണ്. അപ്പോൾ പ്രധാന പ്രതിഷ്ഠ ശിവഭഗവാനകത്ത്. അവിടെ നമ്മളിങ്ങനെ കറങ്ങി വന്നിട്ട് ഇവിടെ കേതു ഭഗവാന്റെ നടയുടെ അവിടെ എത്തുന്നു. ഒരു വലിയ ആലുണ്ട്, അതിൻ്റെ താഴെ നാഗരാജ പ്രതിഷ്ഠകൾ കുറേ തൊട്ടിലൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇവിടെ മഞ്ഞൾ, അതാണ് ഇവിടുത്തെ നേർച്ച. ഇവിടെ ഇത് കേതുവിൻ്റെ ക്ഷേത്രമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നാഗരാജാവിൻ്റെ ഈ ഭാഗമൊക്കെ വളരെ പ്രധാനമാണ്. അതിൻ്റെ തൊട്ട് പിന്നിലായി തീർത്ഥക്കുളം ക്ഷേത്രക്കുളമാണ്. 9 നവഗ്രഹ ടെമ്പിൾ സർക്യൂട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഏകദേശം തീർത്തിരിക്കുകയാണ്. 8ാമത്തെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ഇനി 9ാമത്തെ ഒരു ക്ഷേത്രം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ കുംഭകോണത്തേക്ക് തന്നെ പോകും. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇത്രയും ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പുണ്യം. അപ്പോൾ നമുക്കൊരു ഭയങ്കര നമ്മൾ ബ്ലെസ്ഡ് ആണെന്നൊരു ഫീലിംഗ് വരും. നമ്മളിതൊക്കെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായാലും അതൊക്കെയാണ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ബുദ്ധിമുട്ടും സഹിച്ച് നമ്മൾ ഒരു ഡിവിനിറ്റിയാണിത്. നമ്മുടെ ദോഷങ്ങളും പാപങ്ങളും ഒക്കെ മാറാനും നമുക്ക് നല്ല ബുദ്ധി നേർവഴിയൊക്കെ നടക്കാനായിട്ട് നമുക്ക് മനസ്സിന് തയ്യാറാക്കാനും ഒക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ ഈ പ്രാർത്ഥനകളൊക്കെ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരുന്നത്. ഇപ്പം എത്ര രൂപ? 50 രൂപ. 50 രൂപ. எப்படி കെട്ടണം? 3 முடிச்சு போட்டு அப்படிங்க அப்படியே கயிறை ஊத்துக்கணும். എന്നിട്ട് 3 முடிச்சு போட்டு நாகத்தை கட்டிட்டு மஞ்சள் தூள் கொட்டி குங்குமம் போட்டுங்க. போங்க உள்ளார. നാഗഭഗവാന് കെട്ടണം എന്ന് പറയുന്നത് മഞ്ഞൾ ചേർത്ത് മഞ്ഞച്ചെറ. ഹിന്ദു ആസ്ട്രോളജി ആൻഡ് സ്പിരിച്വാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം നവഗ്രഹ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ഒരു നവഗ്രഹ ക്ഷേത്രങ്ങളെല്ലാം ഒരു ദിവസം തന്നെ പോയി ദർശിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഇവിടുത്തെ 9 ക്ഷേത്രങ്ങളും നവഗ്രഹങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഹിന്ദു ആസ്ട്രോളജി പ്രകാരം ഈ ജാതകം എന്നൊക്കെ പറയുമ്പോൾ ഗ്രഹങ്ങൾ മനുഷ്യ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം മനുഷ്യൻ്റെ ജീവിതത്തിലെ പല പല കാര്യങ്ങളും ഈ ഗ്രഹങ്ങളുമായി ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കുംഭകോണത്തിലെ ഒരു പ്രധാനപ്പെട്ട പിൽഗ്രിമേജാണ് നവഗ്രഹ ക്ഷേത്രങ്ങളുടെ സന്ദർശനം. ഇതിനൊരു ആസ്ട്രോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. നവഗ്രഹ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുന്നതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം, അയാളുടെ സ്വത്ത്, ആരോഗ്യം, ബന്ധങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു ഓവറോൾ വെൽബീയിങ്, ഓവറോളായിട്ടുള്ള അയാളുടെ മൊത്തത്തിലുള്ള നല്ല കാര്യങ്ങൾക്ക് ആസ്ട്രോളജി പ്രകാരം നവഗ്രഹങ്ങൾക്ക് ഒരുപാട് പങ്കുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ദോഷങ്ങൾ, പലതരം ദോഷങ്ങൾ മാറാനായിട്ട് സ്പെഷ്യലായിട്ടുള്ള പ്രാർത്ഥനകളും ചടങ്ങുകളും റിച്വൽസും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള സ്വാധീനങ്ങൾ നമ്മുടെ ഈ ഗ്രഹങ്ങളുടെ പൊസിഷനിലുണ്ടാകുന്ന ജാതക പ്രകാരമുള്ള നെഗറ്റിവിറ്റികൾ, ഒരു ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. അത് ഇത്തരം ക്ഷേത്രങ്ങളിൽ വന്നാണ് ആ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവങ്ങളുടെ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ അനുഗ്രഹം വാങ്ങുക എന്നുള്ളത്. ഈ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ആളുകൾ വരുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഈ ഗ്രഹങ്ങളുടെ എല്ലാം അനുഗ്രഹം വേണം. നല്ല സക്സസ്സിനും വിജയിക്കാൻ വേണ്ടിയും നല്ല പുരോഗതിക്ക് വേണ്ടിയും പ്രോസ്പെറിറ്റിക്ക് വേണ്ടിയും അതുപോലെ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചടികൾക്കും ചലഞ്ചസിനും എല്ലാം വേണ്ടിയിട്ട് അത്തരം അനുഗ്രഹങ്ങളും ഒക്കെ കിട്ടാനാണ് നവഗ്രഹ ക്ഷേത്ര സന്ദർശനമൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ മനുഷ്യൻ്റെ സ്പിരിച്വലായിട്ടുള്ള ഗ്രോത്ത് അതും വളരെ പ്രധാനമാണല്ലോ. തീർത്ഥാടനങ്ങൾ എപ്പോഴും തന്നെ നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്കും ദൈവത്തോടുള്ള കണക്റ്റിവിറ്റി നമുക്ക് കുറച്ചുകൂടെ ഒരു ഡിവൈൻ കണക്റ്റ് കിട്ടാനും ഒക്കെ എപ്പോഴും നല്ലതാണ്. പിന്നെ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഇവിടെയൊക്കെ കാണുന്ന ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് വളരെ അപൂർവമായ വളരെ യുണീക്കായ കൊത്തുപണികൾ കൊണ്ടും സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ, അപ്പോൾ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ലാൻഡ് മാർക്സും കൂടിയാണ്. ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിലും സാമൂഹികമായിട്ട് നോക്കുകയാണെങ്കിലും സാംസ്കാരികമായിട്ട് നോക്കുകയാണെങ്കിലും ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ബാക്കിപത്രവും കൂടിയാണ്. അപ്പോൾ അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും ഉള്ളൊരു അവസരം കൂടിയാണ് ഇത്തരം ക്ഷേത്ര സന്ദർശനങ്ങൾ. അങ്ങനെ ഐശ്വര്യമായിട്ട് നാഗരാജാവിന് ഇങ്ങനെ മഞ്ഞൾ വെച്ച് കെട്ടി കുങ്കുമവും മഞ്ഞളും ഒക്കെ എണ്ണപ്പൊടിയൊക്കെ ഇട്ടു. ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ അത്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ നാഗരാജ വിഗ്രഹങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ചെയ്യുന്നത്. അത് ഇവിടുത്തെ ഒരു ചടങ്ങാണ്. അപ്പോൾ കേതു ഭഗവാന്റെയും അനുഗ്രഹം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ദോഷങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോട്ടെ, മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും, വീട്ടിലെല്ലാ അംഗങ്ങൾക്കും മരുമക്കൾക്കും എല്ലാവർക്കും. മക്കളെന്ന് പറഞ്ഞാൽ അതിലെല്ലാവരും വരുമല്ലോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും. അപ്പോൾ ഇനി വീണ്ടും വാഹനത്തിൽ അടുത്ത അങ്ങനെ ഫൈനലി 9ാമത്തെ ക്ഷേത്രം നവഗ്രഹ ടെമ്പിൾ, ശനീശ്വരൻ ടെമ്പിളാണ്. അവിടെ എത്തിക്കഴിഞ്ഞത് നവഗ്രഹ സർക്യൂട്ടിലെ ലാസ്റ്റ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുംഭകോണം 50 കിലോമീറ്റേഴ്സ്, 50 or 60 ആണ്. കേതുവിൻ്റെ ക്ഷേത്രത്തിൽ നിന്നും ഇവിടെ വരാൻ ഏകദേശം 50 കിലോമീറ്റർ സഞ്ചരിച്ചാണ്. ഇതാണ് കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്നത്. ഇനി മറ്റൊരു സന്തോഷകാര്യം പറയട്ടെ, നമ്മൾ ഇത്ര നേരം സഞ്ചരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശനീശ്വര ടെമ്പിൾ ഇരിക്കുന്നത് പോണ്ടിച്ചേരിയിലാണ്. ഇത് പോണ്ടിച്ചേരിയുടെ സ്റ്റാർട്ടിംഗ് ആണ്. ഞാൻ കാല് വെച്ചിരിക്കുന്നത് ഇപ്പോൾ പോണ്ടിച്ചേരിയിലാണ്. ഈ ക്ഷേത്രത്തിൽ ക്യാമറ അലോ ചെയ്യുന്ന കാര്യത്തിലൊക്കെ കുറച്ച് റെസ്ട്രിക്റ്റാണ്. കൂടുതൽ നമുക്ക് ക്യാമറയ്ക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അങ്ങനെ വലിയ ക്ഷേത്ര മതിൽക്കെട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണു. പിന്നെ രാജഗോപുരങ്ങൾ കണ്ടു തുടങ്ങി. ഇത് ചുറ്റോട് ചുറ്റും അങ്ങനെയാണ്. വാതിൽ അതിൻ്റെ എൻട്രി പോയിൻറ്റ്സിലൊക്കെ ഗോപുരങ്ങളുണ്ടാവും ഇങ്ങനത്തെ ക്ഷേത്രങ്ങളെല്ലാം. ഞാനിപ്പോൾ ഇത് സെക്കൻഡ് ടൈമാണ് നവഗ്രഹ ടെമ്പിൾസിൻ്റെ ഒരു സർക്യൂട്ട് ചെയ്യുന്നത്. ഇത് പണ്ട് ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, കുറേ വർഷം മുന്നെയാണ്. പിന്നെ വീണ്ടും എനിക്കതൊരു ഭാഗ്യമുണ്ടായി. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഈ ഒരു യാത്ര നമ്മൾ ശിവാലയ ഓട്ടം ചെയ്യില്ലേ, ഏതാണ്ട് അതുപോലെയാണ്. അതും കുറേ ശിവക്ഷേത്രങ്ങളിൽ പോകുന്ന ആ ഒരു രീതി, ശിവരാത്രിയോടനുബന്ധിച്ച് ഏതാണ്ട് ആ ഒരു സിമിലർ ഫീലാണ്. അതാണ് ക്ഷേത്ര ഗോപുരം. അകത്തേക്ക് കയറാൻ പോകുന്നു. ക്ഷേത്രത്തിലേക്കുള്ള ശരിക്കുള്ള എൻട്രൻസ് ഇതാണ്, എൻട്രൻസ് പോയിന്റ്. അവിടെ നിന്നിട്ട് ഇങ്ങനെ നടന്ന് ഒരു പന്തലിലൂടെ സഞ്ചരിച്ചാണ് നമ്മൾ. രണ്ട് സൈഡിലും കടകളും സാധാരണ. ഇപ്പം നമ്മളൊന്ന് ഷോർട്ട് കട്ടാണ്, ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് നടന്ന് കയറുമായിരുന്നു. ഇങ്ങനെയാണ് ശരിക്കും കയറേണ്ടത്. അങ്ങനെ ശനീശ്വര ടെമ്പിളിൽ
അകത്ത് കയറി പ്രാർത്ഥിച്ചു. ഇതൊരു വലിയ ക്ഷേത്രം കേട്ടോ. അയ്യോ ഗംഭീരം, ഭയങ്കര ആ ഒരു ഫീലാണ്. ഓം നമഃ ശിവായ അതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും അകത്ത് കയറുമ്പോൾ. അത് പല ടെമ്പിൾസിലും അങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പോൾ നവഗ്രഹ ക്ഷേത്രങ്ങളുടെ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി വരാം. അതുവരെ